നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CPM-ൽ ഒരു തോൽവിയുടെ ഒരു ഇത് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷവും അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വെല്ലുവിളികളാണ്. ഇപ്പോൾ ദാ പാലക്കാട് കൂട്ടരാജി 30ഓളം പേരാണ് കൂട്ടരാജി വെച്ചിരിക്കുന്നത്. അപ്പോൾ CPM പതുക്കെ തകർന്നുകൊണ്ടിരിക്കുക എന്ന് തന്നെ പറയാം. അതെ, ഇപ്പോൾ ബംഗാളിലെ CPM-ന്റെ അവസ്ഥ കേരളത്തിനെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പാർട്ടി നേതൃത്വത്തിനുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് 30ഓളം പേരാണ് ഇപ്പോൾ പാലക്കാട് CPM-ലെ കൂട്ടരാജി സമർപ്പിച്ചിരിക്കുന്നത്. നടപടിയെടുക്കില്ലെന്ന് സംസ്ഥാന നേതൃത്വം ഉറപ്പ് നൽകിയ അബ്ദുൾ ഷുക്കൂറിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും തരം താഴ്ത്തിയിരിക്കുകയാണ് ജില്ലാ ഘടകം. അപ്പോൾ ഈ ഒരു ജില്ലാ നേതൃത്വത്തിനുള്ള എതിർപ്പ് പ്രകടമാക്കിയാണ് ഒരു പ്രദേശത്തെ തന്നെ CPM പ്രവർത്തകർ കൂട്ടമായിട്ട് രാജിവെച്ചിരിക്കുന്നത്. അതായത് ഈ താഴെക്കിടയിലുള്ള പ്രവർത്തകരുടെ ഒരു എതിർപ്പോ കാര്യങ്ങളോ ഒന്നും മേളിലേക്ക് എത്തുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇന്ന് ഈ പാലക്കാട് CPM-ന് സംഭവിച്ച ഒരു പൊട്ടിത്തെറിയും അതിനെ തുടർന്നുണ്ടായ കൂട്ടരാജിയും. വിമർശനങ്ങളെ ഇവർ കാര്യമാക്കി എടുത്തിരുന്നെങ്കിൽ, അതിനെക്കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ, അതിനെക്കുറിച്ച് നടപടി എടുത്തിരുന്നെങ്കിൽ, തിരുത്തിയിരുന്നെങ്കിൽ ഇതുപോലൊരു കൂട്ടരാജി സംഭവിക്കുമായിരുന്നില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ അമ്പലപ്പുഴയിൽ G. സുധാകരൻ സഖാവിന് സംഭവിച്ചത്. ആ G. സുധാകരൻ സഖാവിനെ ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു മാറ്റി നിർത്തലിനെ ഒന്ന് പുനഃപരിശോധിച്ചിരുന്നെങ്കിൽ ഇന്നും അദ്ദേഹം ഈ ഒരു പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. അമ്പലപ്പുഴയിൽ നിന്ന് വിമതനായി മത്സരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തുകയോ ചെയ്യില്ലായിരുന്നു G. സുധാകരൻ. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ പാലക്കാട് സംഭവിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ CPM നേതൃത്വത്തിനെതിരെ കേരള കോൺഗ്രസ് വിമർശനമായി രംഗത്ത് വന്നു പറയുന്നു. പക്ഷേ ഇതിനെതിരെ ഒരു പ്രതികരണവും CPM നേതൃത്വം നൽകിയിട്ടില്ല. സംസ്ഥാന നേതൃത്വം നൽകിയില്ല. ഒരു സഖാക്കളും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക കൂടിയില്ല. കാരണം അവർ ചെയ്തത്, അതായത് ക്രോസ് വോട്ടിങ്ങും കാര്യങ്ങളും നടന്നു എന്നാണ് ജോസ് കെ മാണി പക്ഷം ഇന്നലെ നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ആരോപിക്കുന്നത്. മാത്രമല്ല, പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കരുതെന്നും ആ ഒരു പിണറായി വിജയനോടുള്ള എതിർപ്പാണ് ഈ പാർട്ടിക്ക് ഏറ്റവും വലിയ ഒരു തകർച്ച നേരിടാൻ കാരണമായത് എന്നും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പറയുന്നുണ്ട്. ഇതിനെ ഒന്നും ഖണ്ഡിക്കുന്ന രീതിയിൽ ഒരു പരാമർശങ്ങളൊന്നും ഈ ഇതുവരെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ TP രാമകൃഷ്ണനോ ഒരാളും പറഞ്ഞിട്ടില്ല. ആ ഒരു ഇതുപോലുള്ള ഒരു പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത് ഈ എക്സിറ്റ് പോളും എല്ലാം നമുക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ അധികാരത്തിൽ വരും എന്ന രീതിയിൽ ഒരു മിഥ്യാബോധം പാർട്ടി അണികളിലേക്ക് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു സംസ്ഥാന നേതൃത്വം. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തിരിച്ചടികൾ. എല്ലാ മൈക്കിന് മുമ്പിൽ വാതോരാ സംസാരിച്ച് ഇടയ്ക്കിട നീ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനോട് ഇന്നലെ എന്തോ ഒരു സംഭവത്തിൽ ചോദിച്ചപ്പം MV ഗോവിന്ദനോട് ചോദിക്കാൻ പറഞ്ഞായിരുന്നു. എനിക്കൊന്നും പറയാനില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്ക്, ഞാൻ ഇനി ഒന്നും പറയത്തില്ല, ഞാൻ ഇനി ഒന്നും മിണ്ടത്തില്ല എന്നുള്ള രീതിയിൽ പരിഭവം പോലെ MV ഗോവിന്ദനോട് ചോദിച്ചപ്പം MV ഗോവിന്ദനും ഒന്നും പറയാനില്ല. അപ്പൊ അവർക്ക് തമ്മിൽ പരസ്പരം ഒന്നും പറയാനില്ല. ഇനി ആരാണ് ഇതിനെക്കുറിച്ച് ഒരു മറുപടി പറയുക എന്ന് കാത്തിരിക്കുകയാണ് കേരളം. കാരണം ഇനി പുതിയൊരു പാർട്ടി സെക്രട്ടറി വരണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി പുതിയൊരാൾ വരണം. ഇതിന് എന്ത് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചത് എന്താണെന്ന് തുറന്നു പറയാൻ ആർജവമുള്ള ഒരു നേതാവായിരിക്കണം ഈ നേതൃനിരയിലേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ താഴെക്കിടയിലുള്ള ജില്ലാ നേതൃത്വം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇതുവരെ പാർട്ടിയായിരുന്നു പിണറായി, അല്ലെങ്കിൽ പിണറായിയാണ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയം അങ്ങ് മാറി. ഇപ്പോൾ പിണറായിയെ കുറിച്ച് പാർട്ടിയോട് ചോദിച്ചാൽ പാർട്ടിക്ക് പോലും കൈമലത്തുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അതേസമയം പിണറായി ആണെങ്കിൽ വാ തുറന്നു മറ്റൊരു മറുപടിയും പറയില്ല. കാരണം പറയാനുള്ള വോയിസ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അത് ഇപ്പോൾ ജനം പറഞ്ഞ പോലെ തന്നെ വീട്ടിലിരുന്നാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു അനുസരണ കാട്ടി തുടങ്ങി. തനത് ശൈലികളും അല്ലെങ്കിൽ രാജകീയമായിട്ടുള്ള പ്രൗഢിയോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പോ ആകെ ഒരു ഒതുക്കത്തിൽ നടക്കുന്ന ഒരു സാധാരണ ഒരു CPM പോളിറ്റ് ബ്യൂറോ അംഗം, അത്രമാത്രം. ഇപ്പോൾ പാലക്കാട് നമുക്ക് ആ സംഭവം കണ്ടല്ലോ, രാജിയുടെ. അതായത് പാർട്ടിക്കുള്ളിലെ പാർട്ടി നേതാക്കളുടെ അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ വാക്കുകൾക്ക് പോലും പുല്ലുവിലയാണ് മുതിർന്ന നേതാക്കൾ നൽകുന്നത്. അപ്പോൾ ജനങ്ങളുടെ വാക്കിനപ്പോൾ എത്രത്തോളം വിലയുണ്ടാവും അവരുടെ കണ്ണിൽ? അത് തീർച്ചയാണ്. അത് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും അവരെ അറിയിക്കുമെങ്കിലും അതൊരു നടത്തിത്തരാം എന്നുള്ളൊരു നിലപാടിലാണ്. അത് പരിഹരിക്കാം എന്ന് പറയുന്നെങ്കിലും അത് ചെവിക്കൊള്ളുന്നില്ല. അതിനു പകരം അണികളെ
കൂടുതൽ പറഞ്ഞ് പ്രയോഗിപ്പിച്ച് ആ ഒരു അക്രമ ശൈലിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് CPM-ൻ്റെ ഒരു മുതിർന്ന നേതൃത്വം ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഈ റഹീമിൻ്റെ ഒരു പ്രസംഗം. തോൽക്കുന്നത് മുമ്പ് വരെ, അതായത് ഭരണത്തിലിരിക്കുന്നത് വരെ ഞങ്ങളുടെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ തോറ്റു കഴിയുമ്പോൾ ഇത് ചങ്ങല പൊട്ടിയിരിക്കുന്നു. അതായത് ഇനി ഏത് തരത്തിലുള്ള അക്രമത്തിലേക്കും ഞങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ഇനി CPM-ന് ഒരു മടിയുമില്ല എന്ന രീതിയിലുള്ള തുറന്നു പറച്ചിലാണ് റഹീമിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ആ ഒരു വാക്ക് അതുപോലെ പറയാതെ ഈ പാർട്ടി എന്നും ഇവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പാർട്ടി സാധാരണക്കാരൻ്റെ പാർട്ടിയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ പിന്തുണ നേടിയേനെ. അതുപോലെ തന്നെയാണ് ഇതുവരെ പിണറായിയെ പേടിച്ച് നിന്ന ബിനോയ് വിശ്വം വരെ പറയുന്നുണ്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരണ്ട, അതേസമയം ഉപപ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം CPIക്ക് ലഭിക്കണമെന്ന്. CPI കാര്യമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതായത് അവരുടെയും ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ പിണറായി വിരുദ്ധത വല്ലാതെ ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു LDF-നെ സാരമായി തളർത്തി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ കപ്പിത്താൻ എന്നുള്ള രീതിയിലായിരുന്നു മൊത്തം പിണറായി വിജയൻ. ഇപ്പം തോൽവി കഴിഞ്ഞപ്പം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാൻ പോലും സ്വന്തം പാർട്ടിക്കാർക്കും താല്പര്യമില്ല, കോൺഗ്രസ് എമ്മും മറ്റുള്ളവർക്കും താല്പര്യമില്ല. ഇപ്പം കോൺഗ്രസ് എം ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞായിരുന്നു, ഇനി പിണറായി വിജയനെ ഇനി മുന്നിൽ നിർത്തി നയിച്ചാൽ കമ്മ്യൂണിസം എന്ന് വെച്ചാൽ പാർട്ടിയെ പോകും. അതായത് ബംഗാളിൻ്റെ അവസ്ഥയായിരിക്കും കേരളത്തിനെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബംഗാളിൻ്റെ അവസ്ഥയായി തുടങ്ങി. കമ്മ്യൂണിസം പാർട്ടിക്കുള്ളിൽ തന്നെ വേണ്ട, എല്ലാവരും മാറിപ്പോകുന്ന അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ശരിക്കും ഇത്രയും നാൾ പറഞ്ഞ പോലെ അല്ല, ഇനി ചിലപ്പോൾ ഈ പാർട്ടിയെ തന്നെ ഇല്ലാണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നു. അത് KCM-ന് മാത്രമല്ല, KCM-ന് പിന്നെ ഈ ഒരു കമ്മ്യൂണിസം എന്നുള്ള ഒരു വാക്കിനോട് പറയാനൊരു യോഗ്യതയില്ലെന്ന് പറയാം. അത് മാത്രമല്ല, അവരുടെ ഒരു നേതൃത്വം ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് UDF-ലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ചോയ്സായിട്ട് നമുക്ക് NDA ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ഒരു ആവശ്യമാണത്. NDA-യിലേക്ക് ഒരു വിഭാഗം പോകുമെന്നൊരു സൂചന. അത് ഈ ജോസ് കെ മാണിയുടെ ഈ ഒരു പാർട്ടി തകർന്ന് തരിപ്പണമായതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ജോസ് കെ മാണിയെ ജോസഫ് വിഭാഗം ക്ഷണിച്ചു എന്ന് പറയുന്നു. മുടിയനായ പുത്രനെ വീട്ടിൽ വിളിച്ചു വരുത്തിയിലേക്ക് ക്ഷണിക്കുന്ന രീതിയിലായിരുന്നു അപ്പു ജോൺ ജോസഫിന്റെ ആ ഒരു പ്രസ്താവന. അത് അതേപടി തള്ളുകയുണ്ടായി. അതോടെ UDF-ലേക്കുള്ള ഒരു പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം. ഇനി ആകെ NDA മാത്രമാണ് ഇവരുടെ മുന്നിലുള്ളത്. NDA-യിലേക്ക് പോയാൽ പിന്നെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത നിലയിലേക്ക് ഈ കേരള കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടി അതപ്പതിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കമ്മ്യൂണിസത്തെ പോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മും പതുക്കെ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് ഒരവസ്ഥയാണ്. അതെ, 2026 ആയതോടെ പരാജയം സംഭവിക്കുന്ന അല്ലെങ്കിൽ അധപ്പതനം സംഭവിക്കുന്ന രണ്ട് പാർട്ടികൾ പ്രധാനപ്പെട്ട ഒരു കേരള CPM-ഉം പിന്നെ കേരള കോൺഗ്രസ് എമ്മും. ഇപ്പം നിന്ന് ഭാവിയിൽ കോൺഗ്രസും NDA-യും മാത്രമായിരിക്കും ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ആവുക. BJP അല്ലെങ്കിൽ NDA കേരളത്തിലേക്കൊരു എൻട്രി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥാനം കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പണമെടുക്കിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു കളത്തരത്തിൻ്റെയും ഫ്രോജറി അതിലൂടെയാണ് ഇപ്പോൾ ഈ NDA-യുടെ ഒരു കടന്നുകയറ്റം വന്നിരിക്കുന്നത്. പിന്നെ ആകെ ആശ്രയിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ UDF ആണ്. പക്ഷേ ആ UDF-ലുള്ള ചില ഡ്രോബാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഈ ഗ്രൂപ്പ് ചർച്ച, വിവാദങ്ങൾ, കാര്യങ്ങളെല്ലാം അതൊന്ന് മാറ്റിവെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്ഷൻ അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നത് UDF-നെ തന്നെയായിരിക്കും.